നമസ്കാരം. എല്ലാവർക്കും മിലിറ്ററിയുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ടെറിട്ടോറിയൽ ആർമിയുടെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു. വളരെ പ്രതീക്ഷയോടുകൂടി വളരെയധികം കുട്ടികൾ ടെറിട്ടോറിയൽ ആർമിയുടെ റിക്രൂട്ട്മെന്റ് റാലിക്ക് പോയി. എന്നാൽ ഓട്ടത്തിൽ 200 പേരെ വെച്ചോടിച്ചു. അതിനുശേഷം ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ മാത്രം എടുത്തു. അങ്ങനെ പല പരാതികളും കുട്ടികൾ പറയുന്നുണ്ട്. തീർച്ചയായും വിജയികൾക്ക് ആശംസകൾ. പരാജിതർ ഒരിക്കലും പരാജിതരല്ല, അവർക്കൊരു അനുഭവം മാത്രമാണ്. ഇപ്പോൾ നടക്കുന്ന റിക്രൂട്ട്മെന്റ് റാലികളൊക്കെ നടക്കുന്ന രീതിയിലല്ലാതെ ഇതുപോലെയായിരുന്നു ഓപ്പൺ റിക്രൂട്ട്മെന്റ് റാലി എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ദൈവമായിട്ട് തന്ന ഒരു അവസരമായി അതിനെ കണ്ടാൽ മതി. അവസരങ്ങൾ ഒരു തവണ അല്ലെങ്കിൽ മറ്റൊരു തവണ വരും. പക്ഷെ അവസരങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നാൽ നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് അതാ MES റിക്രൂട്ട്മെന്റിനെ സംബന്ധിച്ചാണ്. MES മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് ആണ്. ഇത് 2024 റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ആണ് നടക്കേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ 2023 മുതൽ നോട്ടിഫിക്കേഷൻ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഫലത്തിൽ ഇത് വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ 2024 റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ് സിലബസ്, സെലക്ഷൻ പ്രൊസീജിയർ എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും മറ്റു ചില ഇമ്പോർട്ടൻസ് കാര്യങ്ങളും നിങ്ങളോട് സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം, MES എന്ന് പറഞ്ഞാൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് ആണ്. അവരുടെ ജോബ് എന്താണെന്ന് ആദ്യം നമ്മൾ എന്ത് വർക്കിന് പോകുമ്പോഴും എന്താണ് അതിന്റെ ജോലി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ജോലി മിലിറ്ററി സർവീസിന്റെ എന്താണ് ജോലി എന്നാൽ കേന്ദ്ര സേനകൾക്ക് ആവശ്യമായ, അതായത് ഏതാണ് ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സ് തുടങ്ങിയ കേന്ദ്ര സേനകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, അവയെ മെയിൻറ്റെയിൻ ചെയ്യുക. അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? താമസിക്കാനുള്ള ബിൽഡിങ്ങുകൾ വേണം, ഓഫീസ് കെട്ടിടങ്ങൾ വേണം, ഹോസ്പിറ്റലുകൾ വേണം, എയർഫീൽഡുകൾ വേണം. അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതും അവയുടെ മെയിൻ്റെനൻസ് ചെയ്യുന്നതും മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് ആണ് ചെയ്യുന്നത്. വ്യക്തമായി മനസ്സിലായല്ലോ MESന്റെ ഡ്യൂട്ടി. അതോടൊപ്പം വൈദ്യുതി, വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തുന്നത് MES ആണ്. നമ്മുടെ നാട്ടിലെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് KSEB ഉണ്ട് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട്, വാട്ടർ സപ്ലൈ ആയിട്ട് മറ്റൊന്നുണ്ട്, അതുപോലെ റോഡ് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് PWD ഉണ്ട്. എന്നാൽ ഇവയെല്ലാം കൂടി ചൂടിച്ചേർന്ന മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് ആണ് കേന്ദ്ര സേനകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതും അവയുടെ മെയിൻ്റെനൻസ് നടത്തുന്നതും. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഫോഴ്സിലേക്ക് ഏതെല്ലാം പോസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും മക്കളെ, കുക്ക് മുതൽ അല്ലെങ്കിൽ സഫായി വാല മുതൽ എഞ്ചിനീയർമാർ വരെ ഇതിനുള്ളിൽ ഉണ്ട്. അതിനകത്ത് നമ്മൾ സാധാരണ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ എപ്പോഴും അറിയുന്ന കുറച്ച് പോസ്റ്റുകളാണ് മേറ്റ്, അതിനുശേഷം MTS എന്ന വേക്കൻസി വരും. പിന്നെ സൂപ്പർവൈസർ എടുത്തോളൂ കേട്ടോ, സ്റ്റോർ കീപ്പർ. അതിനുശേഷം നമ്മൾ മറ്റെടുക്കുവാണ് ഡ്രാഫ്റ്റ്മാൻ ഉണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, ഇങ്ങനെയുള്ള എക്സെട്ര ഇതുപോലെയുള്ള പോസ്റ്റുകളിലെല്ലാം സാധാരണഗതിയിലുള്ള സെലക്ഷൻ നടക്കും. അതുപോലെ ഓഫീസർ കാറ്റഗറിയിലുള്ള എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് എഞ്ചിനീയറിംഗ് കാർഡിലുള്ള ആളുകൾക്ക് അതിലേക്കുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇത് മനസ്സിലാക്കുവാണ്. ഇപ്പൊ ഈ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. എത്ര വേക്കൻസി വന്നിട്ടുണ്ട്? 41,822 വേക്കൻസി എന്നുള്ളതാണ് നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. എന്നാൽ ഇതിൽ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. 2024 വേക്കൻസിയാണ് മേറ്റിലേക്കും സ്റ്റോർ കീപ്പറിലേക്കും ഡ്രാഫ്റ്റ്മാനിലേക്കും സൂപ്പർവൈസറിലേക്കും ആയിട്ട്, സൂപ്പർവൈസർ, ബാരക്ക്, സൂപ്പർവൈസർ, സ്റ്റോർ, അങ്ങനെ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വേക്കൻസി ഏറ്റവും കൂടുതൽ വരുന്ന മേറ്റിലേക്കും ഏറ്റവും കൂടുതൽ അതിനുശേഷം വരുന്ന MTSലേക്കും സ്റ്റോർ കീപ്പറിലേക്കും എന്ന രീതിയിലാണ് പോകുന്നത്. ഇതെല്ലാം ശരിയാണ്. ഇത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്? 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവർക്ക് പറ്റും, 10th+ ITI ഉള്ളവർക്ക് പറ്റും, 12th ഉള്ളവർക്ക് പറ്റും, അതിനുശേഷം ഡിഗ്രി ഉള്ളവർക്ക്, അതിനുശേഷം ഡിപ്ലോമ ഉള്ളവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന പോസ്റ്റ്. അതായത് നമ്മൾക്ക് സ്വാഭാവികമായ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് പറ്റും. ഇതിൽ ഡിഫൻസിൽ പറയുന്നത് പോലെ ഹൈറ്റിന്റെ മാനദണ്ഡമില്ല. അതുപോലെ ഫിസിക്കൽ ഇതിൽ കൂടുതലായിട്ടും ഉണ്ടാവാറില്ല, ഫിസിക്കൽ ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ പുതിയ മാറ്റമോ പുതിയ സർക്കുലർ അനുസരിച്ച് ഫിസിക്കൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം ഇതിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ
കാഴ്ചശക്തിയിൽ കുറവുള്ള വ്യക്തികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യും. ഇപ്പൊ ആർമിയിലോ നേവിയിലോ എയർഫോഴ്സോ ആണെങ്കിൽ കാഴ്ചശക്തിയിൽ കുറവുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിലേക്ക് ആർക്കെങ്കിലും 6/12 ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഹൈറ്റ് 160 ഉള്ളൂ, അല്ല 160 താഴെയാണെങ്കിൽ ആ വ്യക്തികൾക്ക് അപ്ലൈ ചെയ്യാൻ പോസ്റ്റാണ്. കാരണം ഹൈറ്റ് മാനദണ്ഡമല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഏജിന് ഒരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് 18 to 25 വയസ്സ് വരെ ആയിരിക്കും ജനറൽ കാറ്റഗറിയിൽ പറയുന്നത്. ഇനി OBC ആണെങ്കിൽ 18 to 28 വയസ്സ് വരെ, SC ST ആണെങ്കിൽ അവർക്ക് വരുന്നത് എന്തായിരിക്കും? തീർച്ചയായിട്ടും 18 to 30 വയസ്സ് വരെ എന്നുള്ള രീതിയിൽ. എന്നാൽ കൊറോണയ്ക്ക് ശേഷമുള്ള ആദ്യം നടക്കുന്ന 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നിരിക്കുന്നത്. ശേഷം +3 എല്ലാവർക്കും തരണം എന്നുള്ള ഒരു ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് അനുവദിച്ചു തരുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അത് അനുവദിച്ചു തന്നാൽ 28 വയസ്സും ഇത് 30 വയസ്സോ അല്ല 31 വയസ്സോ അങ്ങനെ ആ രീതിയിൽ നമുക്ക് മാറുന്നത് 33 വയസ്സിലേക്ക് മാറിപ്പോകും. അങ്ങനെ ആവട്ടെ. അങ്ങനെ ആയാൽ കൂടുതലധികം ആളുകൾക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കും. അതിൽ നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് നിങ്ങളെ മെമ്മറിയിൽ വെക്കുക. ഇപ്പൊ 18 to 25 ആണ് ജനറൽ കാറ്റഗറി എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതിന്റെ സാലറിയെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചറിയുന്നത്, നിങ്ങൾ യൂട്യൂബിലൂടെ അറിയുന്നത് എത്രയാണ്? 56,200 1,77,000 എന്നുള്ള രീതിയിലായിരിക്കും. ഇത് ആരും പെട്ടെന്ന് കയറുമ്പോഴേ ചിന്തിക്കല്ലേ നമുക്ക് 56,200 അല്ലെ 1,77,000 വരെ തരുമെന്ന് ചിന്തിക്കരുത്. അത് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബേസിക് പേ നിശ്ചയിക്കുന്നുണ്ട്. ആ ബേസിക് പേ പ്ലസ് DA ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് DA, TA ട്രാവലിംഗ് അലവൻസ് പ്ലസ് നിങ്ങൾക്ക് സിറ്റി അലവൻസ്, ഏത് സിറ്റിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് സിറ്റി അലവൻസ്, ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് റേഷൻ മണി അല്ലെങ്കിൽ റേഷൻ അലവൻസ്, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ സാലറി. എന്തായാലും തുടക്കത്തിലുള്ള ഒരാൾക്ക് ഒരു 40,000 രൂപയുടെ 40K മുകളിലേക്ക് സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റ് ആണെന്നുള്ള ഓർത്തിരിക്കുക. കാരണം നിങ്ങളത് മനസ്സിലാക്കൂ, 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് 1,77,000 രൂപ സാലറി കിട്ടുമെങ്കിൽ പിന്നെ ആ പോസ്റ്റിലേക്കല്ലേ എല്ലാവരും അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ അത് സംഭവിക്കുന്നില്ല. അത് പെട്ടെന്ന് ദുർവ്യാഖ്യാനം ചെയ്തോ അല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ടോ ആയിരിക്കും പലരും പറയുന്നത് ഭയങ്കര ഹൈക്ക് സാലറി ഒന്നുമില്ല. നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യപ്പെടുന്ന മേഖലയനുസരിച്ച് നല്ലത്. എന്നാൽ നിങ്ങൾക്ക് പ്രൊമോഷനും കാര്യങ്ങളും കിട്ടുന്നതനുസരിച്ചിട്ട് 1,77,000 രൂപ തന്നെ സാലറി കിട്ടുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഉയരാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ പ്രവർത്തനം പോലെ ഇരിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്താണ്? സെലക്ഷൻ പ്രൊസീജിയർ സിമ്പിൾ ആണ് മക്കളെ. ഇതിൽ എഴുത്തു പരീക്ഷ ഉണ്ട്, റിട്ടൺ എക്സാം പ്ലസ് അതിനുശേഷം ഇതിന്റെ നിങ്ങൾക്ക് മെഡിക്കൽ ഉണ്ടാകും, മെഡിക്കൽസ് നോക്കും, പ്ലസ് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. വേണമെങ്കിൽ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കൂടി ഇവർക്ക് നടത്താൻ പറ്റും. ഇത്രയുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വിചാരിച്ച് ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഈസിയാണ് അല്ല. ഈ റിട്ടൺ എക്സാമിന് എന്തൊക്കെയുണ്ട്? സാധാരണ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഉണ്ട്. GK ഉണ്ട്, റീസണിങ് ഉണ്ട്, പ്ലസ് മാത്സ് ഉണ്ട്, അതിനുശേഷം എന്ത് ചെയ്യും? കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒരു 100 ക്വസ്റ്റ്യൻ വരും. ചില സ്പെഷ്യൽ കേസുകളിൽ ഇതിലിപ്പോ സ്റ്റോർ കീപ്പറോ മറ്റുള്ള ഡ്രാഫ്റ്റ്മാനോ സൂപ്പർവൈസറോ കേസിൽ എന്ത് ചെയ്യും? അവര് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞ് ഒരു 50 ക്വസ്റ്റ്യൻ കൂടി കൂട്ടിച്ചേർക്കും. അപ്പോഴെന്ത് ചെയ്യും? മാത്സും ഇംഗ്ലീഷും അല്ലെങ്കിൽ ഇംഗ്ലീഷും റീസണിങ്ങും ഒക്കെ കുറച്ചുകൂടി കുറയും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ട് 25 എന്നുള്ള രീതിയിൽ 100 ക്വസ്റ്റ്യൻ ആയിരിക്കും. 100 ക്വസ്റ്റ്യന് നമുക്ക് തരുന്നുണ്ട്. 2 മണിക്കൂർ സമയം തരുന്നു. തീർച്ചയായും OMR മോഡലിലുള്ളതായിരിക്കും. ഓൺലൈൻ എക്സാം ആയിരിക്കും. തീർച്ചയായിട്ടും അതുണ്ട്. ഇതിൽ പറയാനുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ തുടർച്ചയായിട്ട് എല്ലാവരും ഇതിനകത്ത് കേൾക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും സംശയമുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന്റെ ആപ്ലിക്കേഷൻ എപ്പോൾ വരും? 2, ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണോ? ഇതിനകത്ത് പെൻഷൻ ഉണ്ടോ? ഇതാണ് ഇമ്പോർട്ടൻസ് കാര്യം. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കൂ, ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണെന്നും പറയാം, അല്ലെന്നും പറയാം. കാരണം ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ MES ജോലി ചെയ്യുന്നതിൽ 40% ആളുകൾ ആർമി പേഴ്സൺസ് ആണ്. വിവിധ സേനകളിൽ നിന്ന് അതിലേക്ക് ഡൈവേർട്ട് ആയിട്ടില്ല കൺവേർട്ട് ചെയ്ത് വരുന്ന ആളുകളാണ് കൂടുതൽ. ബംഗാൾ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ MEG മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്നിവയിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും 40% പേർ. അവർക്ക് തീർച്ചയായിട്ടും യൂണിഫോം ഉണ്ട്. അവർ സേനയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നവരല്ലേ, അപ്പൊ അവർക്കൊരു യൂണിഫോം കോഴ്സ് തന്നെയാണ്. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് കയറുന്ന മറ്റുള്ളവർക്ക് സിവിലിയൻ പോസ്റ്റ് ആണ്. എന്നാൽ അതിൻ്റെതായ വർക്കിംഗ്
യൂണിഫോം ഉണ്ട്. ഇപ്പൊ KSEB ജോലി ചെയ്യുന്ന ആളുകൾക്ക് യൂണിഫോം ഉണ്ടോ? ഉണ്ട്. കാക്കി യൂണിഫോം പ്ലസ് ഒരു ചട്ടിയൊക്കെ വെച്ച് തൊപ്പി പോലത്തെ ഉണ്ടല്ലോ, അത് അവരുടെ യൂണിഫോം ആണ്. അവരെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഗംബൂട്ടും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള അത് തന്നെയാണ് അവർക്ക്. അതുപോലെ MES വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അവരുടെ സേഫ്റ്റിക്ക് അനുസരണമായ രീതിയിലുള്ള യൂണിഫോം അവർക്കുണ്ട്. അല്ലാത്ത സമയത്ത് കാഷ്വൽ ഡ്രസ് എന്ന് പറയുന്നത് നമ്മളെ സാധാരണ സിവിൽ ഡ്രസ്, അത് ടൈ ഉള്ളതുണ്ട്, കോട്ടുള്ളതുണ്ട്, കാലാവസ്ഥയ്ക്കനുസരിച്ച് കോട്ടും ടൈയും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന അതാണ് അവരുടെ യൂണിഫോം സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും MES പേഴ്സൺ ആണെന്ന് നിങ്ങൾ തെളിയിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഐഡന്റി കാർഡ് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന 58 വയസ്സ് വരെ സർവീസ് ചെയ്യാൻ പറ്റും. ഇത് പെൻഷൻ ഉള്ള ഒരു ജോബാണോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പെൻഷൻ ജോലിയാണ്. ഇതൊരു ഗവൺമെന്റ് ജോലി തന്നെയാണ്. ഇതൊരു പ്രൈവറ്റ് ജോലിയല്ല. ആരും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇതൊരു ഗവൺമെന്റ് ജോബാണ്, പ്രൈവറ്റ് ജോബ് അല്ല. പെൻഷൻ ഉണ്ട്, മറ്റു ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ്, ചിൽഡ്രൻസ് അലവൻസ്, സിറ്റി അലവൻസ്, എഡ്യൂക്കേഷണൽ അലവൻസ്, അങ്ങനെ മറ്റ് എന്തെല്ലാം, ഇനി ക്യാൻറ്റീൻ ഫെസിലിറ്റി തുടങ്ങി എന്തെല്ലാം ഫെസിലിറ്റികൾ ഒരു കേന്ദ്ര ഗവൺമെന്റിൽ സേനകൾക്ക് ലഭിക്കുന്നുണ്ടോ അതെല്ലാം ലഭിക്കുന്ന, ചികിത്സാ സഹായങ്ങൾ അടക്കം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് MES-ന്റെ എന്നുള്ളത് നിങ്ങൾ വിസ്മരിക്കരുത്. നെക്സ്റ്റ്, കൃത്യമായിട്ട് എല്ലാവരുടെയും ആകാംക്ഷ ഉള്ളത്, ഈ പോസ്റ്റിലേക്ക് തയ്യാറെടുക്കാം, എനിക്കും താല്പര്യമുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. വിവിധ കുട്ടികൾ നമ്മളെ വിളിച്ചു ചോദിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ചോദ്യം ഇതാണ്, ഇതിന്റെ ആപ്ലിക്കേഷൻ എന്നാണ് തുടങ്ങുന്നത്? അല്ലെ? ഇപ്പൊ നിങ്ങളൊരു സൈറ്റിലൊക്കെ അടിച്ചു നോക്കിയോ, ഗൂഗിൾ സെർച്ച് നോക്കിക്കോ, അഡ്ഡയുടെയും മറ്റു പലരുടെയും ഇതിനകത്ത് നല്ല ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നവരാണ്. പക്ഷെ അതിനകത്തൊരു ഡേറ്റ് കാണുന്നത് 16 ഒക്ടോബർ ടു 16 നവംബർ വരെയാണ്. മക്കളെ, 16 നവംബർ 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, തീർന്നു പോകുമല്ലോ. ഇതുവരെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലോ, ആപ്ലിക്കേഷൻ വന്നിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഇത് എല്ലാവരും കാൽക്കുലേഷൻ ചെയ്യുന്നതല്ലാതെ 2024 MES-ന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തു വിട്ടിട്ടില്ല. അത് വിടാത്തതിന്റെ കാരണം വേക്കൻസി ഇല്ലാഞ്ഞിട്ടില്ല, വേക്കൻസി ഉണ്ട്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ ഈ 41,000 വേക്കൻസി എന്ന് പറയുന്ന 41,822 എന്ന് പറയുന്ന ഈ വേക്കൻസി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ട. പ്രൊമോഷനെ സംബന്ധിച്ചിട്ട് MES-ലെ ആളുകൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ആ കോടതി വിധിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. കോടതി വിധി വരുമ്പോൾ എത്രയൊക്കെ പോസ്റ്റിലേക്ക്, ഇപ്പൊ സ്റ്റോർ കീപ്പറിലേക്ക് എത്ര വേക്കൻസി ഉണ്ടോ അതിലേക്ക് അതിന്റെ തൊട്ട് താഴെയുള്ള പ്രൊമോഷൻ നേടിയവരെ ഉയർത്തണ്ടേ? അപ്പൊ സ്റ്റോർ കീപ്പറിലെ വേക്കൻസി കുറയും, പക്ഷെ അതിന് തൊട്ട് താഴെയുള്ള ആ പോസ്റ്റിൽ വേക്കൻസി കൂടും. അപ്പൊ ആ താഴെയുള്ള ആൾ അങ്ങോട്ടേക്ക് പ്രൊമോഷൻ കൊടുക്കും. അപ്പൊ ഇപ്പം നമ്മളോട് പറയുന്ന മേറ്റിന്റെ വേക്കൻസി 21,000 ആണെങ്കിൽ ചിലപ്പോൾ മേറ്റിന്റെ വേക്കൻസി എത്രയായി മാറും? സ്വാഭാവികമായിട്ട് അത് 30,000 മാറും. അത് MTS-ലേക്ക് പോകുമ്പോൾ അതിന്റെ വേക്കൻസി മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ വേക്കൻസി കൂടും. അങ്ങനെ ഈ മുകളിലേക്ക് പോകുമ്പോൾ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ഒരു വേക്കൻസി ഇപ്പോൾ ഉള്ളത് 240 ആണെങ്കിൽ ഇവിടുന്ന് പ്രൊമോഷൻ കൊടുക്കും, ചിലപ്പോൾ അത് 100 ആയിട്ട് കുറയും. ഓവറോൾ നമ്മളുടെ വേക്കൻസി നമ്മൾ 41,822 എന്നുള്ളത് നിങ്ങൾ ഇത്രയും പ്രതീക്ഷിക്കുക. ഒരു 25,000-നും 30,000-നും ഇടയ്ക്ക് വേക്കൻസി ഉണ്ടാകും എന്ന് നിങ്ങൾ നിശ്ചയമായി ഉറപ്പിക്കുക. 25,000-ഉം 30,000 വേക്കൻസി എന്ന് പറയുന്നത് വളരെ വലിയ വേക്കൻസിയാണ്. ഒരു പക്ഷേ ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് നടന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും വേക്കൻസി വന്നെങ്കിലോ? അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച്, നമുക്ക് ഒരാത്തർക്ക് വേണ്ടത് ഒരു വേക്കൻസി മാത്രമാണ്. അയ്യോ 25,000 വേക്കൻസി ഉള്ളല്ലോ ഓൾ ഓവർ, അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യണമെന്നുള്ള മനസ്സ് വേണ്ട. അത് നിങ്ങൾ ഓർക്കുക. അപ്പൊ ഈ എപ്പോഴാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക? മക്കളെ, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ പറയുന്നു, ഒരു പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പം പിറ്റേ ദിവസം തന്നെ ആപ്ലിക്കേഷൻസ് പുറത്തു വന്നേക്കാം. അതല്ലെങ്കിൽ അടുത്ത മാസം ഡിസംബറിൽ പുറത്തു വന്ന, അതല്ലെങ്കിൽ ജനുവരിയിലേക്ക് വന്നേക്കാം. പക്ഷെ എന്തായാലും റിക്രൂട്ട്മെന്റ് നടക്കുന്നത് MES 2024 എന്ന പേരിൽ തന്നെ. ഈ 24 എന്ന് വേണ്ടത് 2025 പേരിൽ നടന്നോട്ടെ, നമുക്ക് എന്താണ് വേണ്ടത്? അപ്പൊ നമ്മൾ അതിന് തയ്യാറെടുത്തിരിക്കേണ്ട കാര്യം, നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് നമ്മൾ തയ്യാറാക്കുക. എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത്? ഒന്ന്, നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഏതാണോ കാസ്റ്റ് ആ കാസ്റ്റ് പേര്, നിങ്ങളുടെ ഡൊമസിൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് എന്ന് ഓർക്കണം. ആ ഡിസബിലിറ്റി ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ആക്കുക. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പിയെങ്കിലും അറ്റച്ച് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് ആ സമയത്ത് എടുത്താൽ മതി. സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് വെക്കേണ്ടത് ആ സമയത്ത്. ആ കൂട്ടത്തിൽ തന്നെ പറയാൻ, ഡിസബിലിറ്റിക്കാർക്കും പങ്കെടുക്കാൻ പറ്റുമെങ്കിലും പെൺകുട്ടികൾക്ക് നിലവിൽ ഈ പോസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നതല്ല. ആ മാറ്റവും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഈ +3 അനുവദിക്കുന്നതോടൊപ്പം പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ ചില പോസ്റ്റിലെങ്കിലും പറ്റും എന്ന് പറഞ്ഞാൽ അത്രയും നല്ലത്. നിലവിൽ എന്തായാലും പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇതിനെ സംബന്ധിച്ച് മറ്റു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അധികമായിട്ടുള്ള ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. ഈ MES മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിന്റെ ക്ലാസ്സുകൾ പല സ്ഥാപനങ്ങളും പല ആളുകളും ഇപ്പോൾ ഓഫറുകൾ ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം എന്ന് തന്നെ ഞാൻ സജക്ട് ചെയ്യുള്ളൂ. പല ആളുകളും പറയും ഇപ്പോഴേ പഠിക്കേണ്ട, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ മലയാളികൾ ചെയ്യുന്ന തെറ്റാണ് മക്കളെ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ജോലിയും കാര്യങ്ങളും എല്ലാം വിട്ടുകളയാതെ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഒരു ദിവസം ഒരു 2 മണിക്കൂർ വെച്ചിട്ട് MES വേണ്ടി പഠിക്കുകയാണെങ്കിൽ ഒന്ന് MESന്റെ സെലക്ഷനിൽ നിങ്ങൾ യോഗ്യത തേടും. അതോടൊപ്പം റെയിൽവേന്റെ ഗ്രൂപ്പ് ഡി വരുന്നുണ്ടല്ലോ, ഈ ഗ്രൂപ്പ് ഡിയുടെ സിലബസും ഈ സിലബസുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പൊ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിക്ക് എഴുതാം. SSC GDയുടെ സിലബസുകളും ഈ സിലബസുകളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ആ SSC GDയുടെ സിലബസുകൾക്ക് നിങ്ങൾക്ക് പഠിച്ചുകൂടെ? അപ്പൊ എന്താണ്, SSC GDക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പഠിക്കുന്ന ഒരാളാണെങ്കിൽ, NTPCക്ക് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതല്ല മറ്റേതെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് സർവീസുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അഡീഷണൽ ഒരു ക്ലാസ്സുകളിലേക്കോ മറ്റോ പോകേണ്ട ആവശ്യമില്ല. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക. എന്നാൽ നമ്മൾ കേരള PSC പോലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അവർക്ക് അതുകൊണ്ട് മാത്രം ഇത് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിൽ സിലബസിൽ വ്യത്യാസമുണ്ട്. കേരള PSC വരുമ്പോൾ നമ്മളെ ചരിത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, കേരളത്തെ സംബന്ധിച്ച ക്വസ്റ്റ്യങ്ങളായിരിക്കും. ഇതിനകത്ത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകില്ല എന്നുള്ള ഓർമ്മ നിങ്ങൾ പുലർത്തി വേണം പഠിക്കാൻ. അത് പഠിച്ചുകൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ മറ്റു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിപ്പെടുക. ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ കാണുന്ന ആർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള എവിടെയുള്ള ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഒന്ന് ഒഴിവാക്കാം. എന്ത് സംശയങ്ങൾ ചോദിച്ചാൽ അതിന്റെ കൃത്യമായ ആൻസറുകൾ നമ്മൾ നിങ്ങൾക്ക് തരും. അത് മനസ്സിലാക്കുക. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുന്നതിന്റെ ഉദ്ദേശം എന്നാണോ അപേക്ഷകൾ വരുന്നത്, അല്ലെ MES സംബന്ധിച്ചിട്ട് മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് വരുന്ന ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. ഓർക്കുക, MES എന്നുള്ള മേഖലയെ കുറിച്ച് വളരെയധികം ആളുകൾക്ക്, കേരളത്തിലുള്ള ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടുതൽ ആളുകളും ഇതിൽ ശ്രമിക്കുന്നില്ല. ഇത്രയും നല്ലൊരു ജോബാണ്, എല്ലാ ആനുകൂല്യങ്ങളുള്ള ജോബാണ്. അതുകൊണ്ട് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇതിന് ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. സംശയങ്ങളും മറ്റും കാര്യമായിട്ട് നിങ്ങൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ചോദിക്കാം. അതിന് ഉത്തരം നൽകുന്നതിന് നമ്മൾക്ക് എല്ലാവിധ സന്തോഷമുണ്ടായിട്ടുള്ളത്. അപ്പം മറ്റൊരു അറിവുമായി തൊട്ടടുത്ത ദിവസം കണ്ടെത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.